നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പിലെ സിപിഐയിൽ കൂട്ടരാജി. 14 അംഗങ്ങളുള്ള ലോക്കൽ കമ്മിറ്റിയിൽ 8 അംഗങ്ങൾ രാജിവെച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണ് സിപിഐ ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്തുപോയവരെന്ന് സിപിഐ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. പാർട്ടിയെ ധിക്കരിച്ചു പോകുന്ന ചേർപ്പ് ലോക്കൽ കമ്മിറ്റിക്കെതിരെ നടപടിക്ക് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. നടപടി ഭയന്നാണ് ഇവർ ഭിന്നതയുടെ പുറം തോടുകാട്ടി പുറത്തുപോയതെന്ന് മണ്ഡലം സെക്രട്ടറി PV അശോകൻ. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ പെൺകുട്ടികൾക്കായുള്ള സെൽഫ് ഡിഫൻസ് കോഴ്സിന്റെ ഭാഗമായി കരാട്ടെ ക്ലാസിന് തുടക്കമായി. PTA പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും എഡ്യൂഫെസ്റ്റ് 2014 സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ചേർപ്പിലെ CPIയിൽ കൂട്ടരാജി. 14 അംഗങ്ങളുള്ള ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാറിന്റെയും മണ്ഡലം സെക്രട്ടറി PV അശോകന്റെയും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിലും ഏകാധിപത്യ പ്രവണതകളിലും മനം മടുത്താണ് രാജിവെച്ചതെന്ന് പ്രവർത്തകർ. CPI ലോക്കൽ കമ്മിറ്റി അംഗവും AIYF മേഖലാ പ്രസിഡന്റുമായ ഷാംനാസ് ഹുസൈൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് തെക്കൂട്ട്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദിനേശ് തെക്കത്ത്, IPTA മണ്ഡലം വൈസ് പ്രസിഡന്റും യുവകലാ സാഹിത്യ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗവുമായ ബാബു ചെങ്ങാലൂർ, പടിഞ്ഞാട്ടുമുറി ബ്രാഞ്ച് സെക്രട്ടറി റഫീഖ് KA, AISF മേഖലാ പ്രസിഡന്റ് നിഷാദ് KS എന്നിവരാണ് രാജിവെച്ചത്. 2 വർഷത്തോളമായി മണ്ഡലം സെക്രട്ടറി PV അശോകന്റെയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ പാർട്ടി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും വിഭാഗീയത പ്രവർത്തനങ്ങളും പാർട്ടി പ്രവർത്തകരിൽ അടിച്ചേൽപ്പിച്ച് ഏകാധിപത്യ പ്രവണതയോടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് CPI പ്രവർത്തകർ പറഞ്ഞു. CC മുകുന്ദൻ MLAയുടെ PAയും CPI ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ അസ്ഹർ മജീദിനെ മണ്ഡലം CPIയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനാൽ ചേർപ്പ് മേഖലയിലെ നേതാക്കളുടെ ഇത്തരം വിഭാഗീയത പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ താഴെത്തട്ടിലും പൊട്ടിത്തെറിയുണ്ടാക്കിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെക്കും എന്ന് അനിൽനാഥ് പറഞ്ഞു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണ് CPI ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്തുപോയവരെന്ന് CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. പാർട്ടി ഫണ്ട് സമാഹരണം നടത്താതെയും നവകേരള സദസ്സിൽ പങ്കെടുക്കാതെയും മറ്റും പാർട്ടി ധിക്കരിച്ചു പോകുന്ന ചേർപ്പ് ലോക്കൽ കമ്മിറ്റിക്കെതിരെ നടപടി വേണമെന്ന് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരുന്നതായും മണ്ഡലം സെക്രട്ടറി PV അശോകൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോട് വിശദീകരണം നൽകണമെന്ന കത്ത് നൽകിയതാണ്. ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ തുടർച്ചയായി ചേരാതെ മേൽഘടക തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന പ്രവർത്തകർക്കെതിരെ പാർട്ടി നടപടിയുണ്ടാകും. ഇത് ഉറപ്പായപ്പോഴാണ് രാജിവെച്ചു എന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത്. CC മുകുന്ദൻ MLAയുടെ അഡീഷണൽ PA അസ്ഹർ മജീദിനെ ആസ്ഥാനത്തുനിന്ന് ഒഴിവാക്കാൻ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അസ്ഹർ മജീദിനോട് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായിട്ടില്ല. ഇത് പാർട്ടിയെ ധിക്കരിക്കുന്നതാണ്. ഇത് അച്ചടക്ക ലംഘനമാണ്. പാർട്ടി ചേർപ്പ് മണ്ഡലം സെക്രട്ടറിയോട് മോശമായി പെരുമാറുകയും മേൽഘടക തീരുമാനങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവർ പാർട്ടിയിൽ തുടരുന്നത് ഭൂഷണമല്ല. പാർട്ടി മണ്ഡലം സെക്രട്ടറിയുടെ മകന് താൽക്കാലികമായി ഒരു ജോലി നൽകിയത് പാർട്ടി തീരുമാനപ്രകാരമാണ്. ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയിലെ സംഘടനാ പ്രവർത്തനം നിലച്ചുപോയ ഘട്ടത്തിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാറിനെയും മണ്ഡലം സെക്രട്ടറി PV അശോകനെയും കുറിച്ച് വാർത്ത നൽകിയത്. പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. ഇത് മുഴുവൻ പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഇടതുപക്ഷ മുന്നണിയും തിരിച്ചറിയും. പാർട്ടി വിരുദ്ധർ നടത്തുന്ന അപവാദ പ്രചരണങ്ങളും പെരും നുണകളും പാർട്ടി അംഗങ്ങളും അനുഭാവികളും പൊതുജനങ്ങളും തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ പറയുന്നു. അവണിശ്ശേരിയിൽ CPM പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതായി ആക്ഷേപം. സംഘർഷത്തിൽ തങ്ങളുടെ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റതായി കോൺഗ്രസ് ആരോപിച്ചു. പെരിഞ്ചേരിപ്പാറ സ്കൂൾ പരിസരത്ത് വെച്ച് ഞായറാഴ്ച രാത്രിയിൽ KPCC സമരാജ്ഞയുടെ പ്രചരണ പ്രവർത്തനത്തിനിടയിലാണ് ആക്രമണമുണ്ടായതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥമായി മുന്നോട്ടിറങ്ങിയ UDF പ്രവർത്തകരെ അതിക്രൂരമായിട്ടാണ് CPMന്റെ നേതൃത്വം തീരുമാനിച്ച് ഇവരെ മർദ്ദിക്കാൻ തീരുമാനിച്ചത്. പ്രിയൻ എന്ന് പറയുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ചെവി
അതിക്രൂരമായ മർദ്ദനത്തിൽ ഒരു ചെവി കേൾക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജിന്റെ തലയുടെ പുറകിലായിരുന്നു അടിയുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ CPM ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ കണ്ണൂർ മുതൽ ഇത് തൃശ്ശൂർ വരെ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ മർദ്ദിച്ചത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് ചെറുവത്തേരി, അവണിശ്ശേരി INTUC മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി എന്നിവർക്കാണ് പരിക്കേറ്റതെന്നും ഇരുവരും തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവർ പറഞ്ഞു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ പെൺകുട്ടികൾക്കായുള്ള സെൽഫ് ഡിഫൻസ് കോഴ്സിന്റെ ഭാഗമായി കരാട്ടെ ക്ലാസിന് തുടക്കമായി. ചേർപ്പ് BRCയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. PTA പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ TK അനൂപ്, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് VD ലതിക, അധ്യാപകരായ അബ്ദുൾ അഹദ്, PP നിർമ്മല, ഗിഷ് വർഗീസ്, പ്രിയ, ബിന്ദുജ, രേണുകാദേവി, ശീതൾ ഹരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തേജസ് ചേർപ്പാണ് ക്ലാസിന് നേതൃത്വം നൽകുന്നത്. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും എഡ്യൂഫെസ്റ്റ് 2014 സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ നടപ്പിലാക്കുന്ന പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് എഡ്യൂഫെസ്റ്റ് 2024 സംഘടിപ്പിക്കുന്നത്. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളിൽ പഠന നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 1250 കുട്ടികളാണ് വേദിയിൽ മെഡൽ സ്വീകരിച്ച് ആദരവ് ഏറ്റുവാങ്ങുന്നത്. ഒന്നാം സ്ഥാനക്കാർക്കുള്ള അംഗീകാരം എന്നതിലുപരി പിൻനിരക്കാർക്കും മുന്നേറാനുള്ള പ്രോത്സാഹനമാകുമ്പോഴാണ് ആദരവുകൾ അർത്ഥവത്താകുന്നതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. അതിനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS അവറുകളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അവറുകൾ, SNDPM നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അവറുകൾ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അവറുകൾ തുടങ്ങിയവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഈ എഡ്യൂഫെസ്റ്റ് എന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലായ്പ്പോഴും കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നത് മുൻനിരയിലുള്ള കുട്ടികൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ഇത് പിൻനിരക്കാരെയും പഠനത്തിൽ അവരെ മുൻനിരയിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ പ്രോഗ്രാമിനുള്ളത്. സബ് ജില്ല മുതൽ ദേശീയതലം വരെ മികവ് തെളിയിച്ച പ്രതിഭകൾ വേദിയിൽ ആദരിക്കപ്പെടും. ഇതോടനുബന്ധിച്ച് സ്കൂളിന്റെ 110ാം വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന നിത, ലിജ, സീനത്ത് എന്നിവരുടെ യാത്രയപ്പ് സമ്മേളനവും നടക്കും. തൃശൂർ ജില്ലാ കലക്ടർ കൃഷ്ണതേജ IAS മുഖ്യാതിഥിയാകും. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ, ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ OV സാജു, PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, PTA എക്സിക്യൂട്ടീവ് അംഗം KS സജിൻ എന്നിവർ പങ്കെടുത്തു. ഗോവയിൽ വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് കായികമേളയിൽ 4 സ്വർണ്ണ മെഡലുകൾ നേടി തൃശൂർ കണ്ടശ്ശാംകടവ് BSNL ക്ലസ്റ്ററിലെ JTO BBMായ ബിൻസി മോഹൻ 200-400 മീറ്റർ ഓട്ടത്തിലും 100-400 മീറ്റർ റിലേ മത്സരങ്ങളിലുമാണ് മെഡൽ നേട്ടം. 2025 തായ്പേയിൽ നടക്കാനിരിക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് കായികമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിൻസി മോഹൻ മത്സരിക്കും. നാട്ടിക സ്പോർട്സ് അക്കാദമിയിലെ കണ്ണൻ മാഷിന്റെ കീഴിലാണ് ബിൻസി പരിശീലനം നേടുന്നത്. തൃപ്രയാർ കേന്ദ്രമാക്കി പുതിയ താലൂക്ക് രൂപീകരിക്കണമെന്നും നാട്ടിക മേഖലയിൽ കനോലി കനാലിന്റെ തീരത്ത് താമസിക്കുന്നവരുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നും തൃപ്രയാറിൽ നടന്ന കേരള NGO യൂണിയൻ നാട്ടിക ഏരിയ 61ാം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം S ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ഈ പെൻഷൻ സുരക്ഷാ പദ്ധതിയെ അട്ടിമറിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നാമമാത്രമായ തുക കേന്ദ്ര സർക്കാരിൽ നിന്ന് വിഹിതം ലഭിക്കുന്നുണ്ട്. ആ വിഹിതത്തെ പോലും 64 ലക്ഷത്തിലെ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയോ ചുരുങ്ങിയ ഒരു സംഖ്യയാണെന്ന് കൂടി കാണേണ്ടതുണ്ട്. അവിടെയും അത് കുടിശ്ശികയാക്കിയിട്ടുണ്ട്. പോകുമ്പോഴും ആ കുടിശ്ശികകളൊന്നും ഈ സാധാരണ ജനത്തിന് അത് ഒരു ബാധ്യതയാകരുതെന്ന് കരുതിക്കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി രൂപീകരിച്ചുകൊണ്ട് പെൻഷൻ സുരക്ഷിതമായി നൽകുവാനുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോൾ
യൂണിയൻ നാട്ടിക ഏരിയ പ്രസിഡന്റ് അംബിക ചാത്തു അധ്യക്ഷത വഹിച്ചു. PN റിനേഷ്, KF ബിബിൻ, യൂണിയൻ ഏരിയ സെക്രട്ടറി MV അരുൺ, ട്രഷറർ പ്രജീഷ് ജനൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ഉയർത്തൽ ഏരിയ പ്രസിഡന്റ് അംബിക ചാത്തു നിർവഹിച്ചു. പുതിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളായി MV അരുൺ, അംബിക ചാത്തു, പ്രജീഷ് ജനൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കുന്നംകുളം ചീരക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്നതായിരുന്നു കൊമ്പനെ. ഇന്നലെ പൂരത്തിന് എഴുന്നള്ളിച്ചിരുന്നില്ലെന്ന് പറയുന്നു. പറമ്പിൽ തളച്ചിരുന്ന ആനയെ ഇന്ന് രാവിലെ തിരിച്ചു കൊണ്ടുപോകുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. കെട്ടഴിച്ച് ലോറിക്ക് സമീപത്തേക്ക് റോഡിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നതിനിടെ പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. പരിക്കേറ്റ പാപ്പാനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പിലെ CPIയിൽ കൂട്ടരാജി. 14 അംഗങ്ങളുള്ള ലോക്കൽ കമ്മിറ്റിയിൽ 8 അംഗങ്ങൾ രാജിവെച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണ് CPI ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്തുപോയവരെന്ന് CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. പാർട്ടിയെ ധിക്കരിച്ചു പോകുന്ന ചേർപ്പ് ലോക്കൽ കമ്മിറ്റിക്കെതിരെ നടപടിക്ക് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. നടപടി ഭയന്നാണ് ഇവർ ഭിന്നതയുടെ പുറം തോടുകാട്ടി പുറത്തുപോയതെന്ന് മണ്ഡലം സെക്രട്ടറി PV അശോകൻ. ചേർപ്പ് പടിഞ്ഞാട്ടുപുറി ഗവൺമെന്റ് JBS സ്കൂളിൽ പെൺകുട്ടികൾക്കായുള്ള സെൽഫ് ഡിഫൻസ് കോഴ്സിന്റെ ഭാഗമായി കരാട്ടെ ക്ലാസിന് തുടക്കമായി. PTA പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും എഡ്യൂഫെസ്റ്റ് 2014 സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.